മനുഷ്യന്മാർ വിശ്വസിച്ചു ഇവിടെ ഒന്നും പെണ്ണില്ല. അത് വർത്താനം അറിയാട്ടോ. എന്താ പറയാ പറച്ചില്. വണ്ടി തട്ടിയാറേ. ഏത് വണ്ടി തട്ടിയ? ബസ്സിന്. ഗ്രാജുവേറ്റ് ആണ്. ചെറുതായിട്ടൊക്കെ. എന്താ പഠിച്ചു? ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓ വലിയ കോഴ്സാ? BCA. ഞാൻ കോഴ്സ് ചെയ്യാണ്. എന്താ കോഴ്സ്? എന്താ ചെയ്യണേ? എന്താ പരിപാടി? എന്താ പരിപാടി? ഞാനിങ്ങനെ മെഡിക്കൽ കോളേജില് ഹോമിയോപ്പതി പഠിക്കും. ഹലോ ഗായ്സ്, ഞങ്ങളോട് ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു ഒരു വ്ളോഗ് തുടങ്ങാനുള്ള ഒരു കാരണം നമ്മളുടെ കുറച്ച് കമ്പനിക്കാരാണ്. അതുപോലെ തന്നെ എന്താ പറയാ, കുറച്ച് ആൾക്കാരോട് ഞാനിങ്ങനെ അഭിപ്രായം ചോദിച്ചിരുന്നു, ഇങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ അവർ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ആയിക്കോട്ടെ നല്ലതാണ്, ചെയ്തു നോക്കൂ എന്നുള്ള ഒരു റിപ്ലൈ കൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതിലൊരു പിന്നെ മോട്ടറാക്കി വിട്ട ഒരാളാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ആരാന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഷിക്ക്, നാടൊക്കെ വഴിയെ അറിഞ്ഞോളൂ അല്ലേ. പുതിയ വന്ന കട അല്ലേ. ഓക്കെ, അപ്പം എന്താ പറയാ, വീഡിയോ എന്താ പറയാ റാൻഡം ആയിട്ട് വരാനാണ് ചാൻസ്. ബിക്കോസ് ഓരോരോ തിരക്കിലാണ്, ഓരോരോ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കിലാണ്, വർക്കിന്റെ തിരക്കിലും പിന്നെ കുറച്ച് ബിസിനസിന്റെ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കുറച്ച് തിരക്കിലാണ്. ഇന്നിപ്പോ ഞങ്ങള് കാലിക്കറ്റ് എന്തിനാ പോണേ, മെയിൻ ആയിട്ട് ഫുഡ് അടി ആണെങ്കിലും രണ്ട് മൂന്ന് എന്ത് നമ്മളൊരു മെയിൻ ആളുണ്ട്, മംഗലാപുരം ഡോണ്. ചെക്കനെ പിക്ക് ചെയ്യണം. പിന്നെ നമ്മളെ കാലിക്കറ്റ് വേറൊരു ഡോൺ ഉണ്ട്, അവനോട് അങ്ങോട്ട് ടൗണിക്ക് വരാൻ പറഞ്ഞേക്കണ്, അവനെ കാണണം. അങ്ങനെ എനിക്ക് തോന്നുന്നു വേറെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്ട്. മീറ്റിംഗ് ഓൺലൈൻ ആയിക്കാരം ചിലപ്പോഴോ, ഓഫ്ലൈന് നടക്കും എനിക്ക് തോന്നില്ല, അവരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോ ഓൺലൈൻ ആണെങ്കിൽ കണ്ടക്ട് ചെയ്ത് പോരാ, ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ ഡേറ്റ്. അപ്പൊ അതിനൊക്കെ തന്നെയാണ് നമ്മൾ കാലിക്കറ്റ് പോണത്. മെയിനായിട്ട് നമ്മളെ ചെക്കനെ കൊണ്ടുവരാനാണ് പോകുന്നത്. ഒരു 70% മംഗലാപുരം 70% കൊണ്ടുവരാനാണ്. ബാക്കി 30% എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്ത് പോരാനാണ്. അതില് എനിക്ക് കൊണ്ട് 90% ഫുഡ് അടിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് ശരി. അതന്നെ നമ്മളിപ്പോ വെറുതെ വെക്കുമ്പോ നമുക്ക് എന്തായാലും കഴിക്കാൻ പോയാലും പറഞ്ഞ നമ്മള് കോഴിക്കോട് പോകുന്ന ടീമാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, എന്നെ പറ്റി പറഞ്ഞോടുക്ക്, എന്താണെന്നൊക്കെ പറഞ്ഞോടുക്ക. ഞാൻ നദീം. നീ ഏതാണ് ചെറുപ്പനോട്. പിന്നെ ബിടെക് പഠിക്കുന്നു, CS. ഭയങ്കര ടാലന്റഡ് ആണ്. ഓനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ, കഴിവുണ്ട്. പക്ഷെ കഴിവ് ഏറിയിട്ടുള്ളൂ ഓനൊക്കെ. പക്ഷെ ഒരു സാധനം ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ നമ്മളെ ഡിമാൻഡ് കാണിക്കണം. എന്ത് ഡിമാൻഡ്? അതൊക്കെ ഉണ്ട്. വേറെന്താ പരിപാടിയാണ്? അതങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആ ചോദ്യത്തിന് എന്താ പറയാ, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പരിപാടികൾക്കൊക്കെ ഡിസൈനിങ് കൊടുക്കലും, പിന്നെ അതേപോലെ എഡിറ്റിങ്ങിന്റെ പർപ്പസ്, ഇപ്പൊ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ പിക്കിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഓൻ്റെ അടുത്ത്, എന്റെ ID കാർഡിന്റെ പരിപാടികളും എല്ലാം ഓൻ്റെ അടുത്താണ് കൊടുക്കല്. കൊടുത്താ അവൻ എന്തായാലും അടിപൊളിയാക്കി തരും, അതൊക്കെ സത്യമാണ്. പക്ഷെ ഓനെ കജ്ജ് നിനക്ക് കിട്ടാനാണ് പാടി കയറുക, അതാണ് സത്യാവസ്ഥ. ഒരു 2 ദിവസം പറഞ്ഞ് വാങ്ങിയാൽ ചിലപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് അവനൊന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച എന്തേലും ആവും. ആണ്. പിന്നെന്താ വെച്ചാല് ഇപ്പൊ നമ്മള് കമ്പനിക്കാരനല്ലേ, ഒന്നും കൊടുക്കലൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റൂല. ഇനി പൈസ കൊടുക്കല് തുടങ്ങണം കരുതണ്ട. അങ്ങനെയാണെങ്കിൽ മൂത്ത് 2 വർത്താനം പറയുകയും ചെയ്യാം. ആ ഒരു പ്ലാനില് നിൽക്കുകയാണ്. ഇപ്പൊ ഭയങ്കര ബ്ലോക്കാണ്. വുമണാണോ ഓണോട്ടോ വണ്ടി കണ്ടിട്ട്. വേറെ ഇപ്പൊ എന്താ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ വ്ളോഗില് കൂടുതലും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ഇപ്പൊ നിങ്ങള് കാണുന്നവർ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് പർപ്പസ്. എന്താ പറയാ, നമ്മളെ കമ്പനിക്കാരും നമ്മളെ ബാക്കിക്കാരും കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ തന്നെയാണ് പർപ്പസ് എന്ന് പറയുന്നത്.
പിന്നെ എന്റെ ഫീൽഡ് വേറെയാണ്. ബട്ട് ആ ഫീൽഡിൽ ഞാൻ ഓക്കെയാണ്. എന്നാലും എന്താ പറയാ, ഇതിലാണ് ഒന്നും കൂടി നമ്മള് കംഫോർട്ട്, ഹാപ്പി ആകാം അല്ലേ? കമ്പനി കയറിയിട്ടുള്ള പോക്കും കാര്യങ്ങളിലൊക്കെ പിന്നെ അതല്ലേ പിന്നെ എന്താ അതിനെ ഉള്ളൂ, ഒന്നുമില്ല വേറെ. അതല്ലേ പിന്നെ വേറെ എന്താ. ഏതായാലും ഞങ്ങള് കാലിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര റഷാണ്. അവിടെ എത്തിയിട്ട് നമ്മളെ ചെക്കന്മാര് വന്നിട്ട് ആദ്യം നമ്മള് കാക്കഞ്ചേരി ഓനെടുക്കാൻ എന്താ ചെയ്യാ? ഓൻ അങ്ങോട്ട് വരും. വരും. ഓനെ രണ്ടാം വിളിച്ചിനോ? ഇല്ല, ഓൻ അവിടുന്ന് ഇറങ്ങുമ്പോ വിളിക്കാറ്. ഇങ്ങോട്ട് വിളിക്കോ? അവിടുന്ന് ഇറങ്ങിട്ട് വിളിക്കും. ആദ്യം നമ്മളൊരു ചെക്കുണ്ട്, ഓൻ്റെ അടുത്ത് പോണം. കാക്കഞ്ചേരിയുടെ കാക്കഞ്ചേരിയുടെ ഓൻ്റെ അടുത്ത് പോണം. എന്നിട്ട് ഓൻ കാലിക്കറ്റിക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമ്മളെ സിംഹം പറയോ ഇല്ലെങ്കിൽ പിന്നെ എന്താകോ, സ്ലീപ്പറൊക്കെ എടുത്ത് തരുന്നുണ്ട്. മറ്റേ അപ്പറൊക്കെ അവനെ കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ്. ഞങ്ങള് ചെന്നൈക്ക് പോയി എന്റെ മോനെ അപ്പറൊക്കെ എടുത്തിട്ടേ ഇളകിയോ മറ്റേ സാധനം? ഇരിക്കൂല്ല, നിക്കൂല്ല, കടക്കൂല്ല എന്നല്ലേ അവര്. പിന്നെ ഒരു സ്റ്റേജ് ആയപ്പോ നിവർത്തി കിട്ടാറാണ് പോയി കടന്നു കേട്ടോ. തൊട്ടപ്പുറത്തെയാണ്ട്, അപ്പുറത്തിന്റെ ആണ്ട്. ഞമ്മക്ക് പിന്നെ എവിടെയെങ്കിലും കിട്ടിയ എന്താ പറയാ, ഇവരാകെ വിഷയമായിട്ട്. എന്നിട്ട് പിന്നെ ഏതൊരു എന്നോട് ഒരു ഷെഫിനെ കണ്ടു, ഒരു ലേഡി ഷെഫിനെ കണ്ടു തരണ്ടായിരുന്നു. അതിനായിട്ട് വർത്താനൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ വിഷയപ്പോ മുപ്പതിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. മുപ്പതിനോട് കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ആള് വരികയാണെങ്കിൽ, ലോവറിലെ ആള് വരികയാണെങ്കിൽ പറഞ്ഞാ മതിയാണ് സംഭവം. കുട്ടികളൊക്കെ വണ്ടി പനി പോകണ്ടല്ലോ. പള്ളിന്റെ അവരുടെ ഏയ് ഇത്തിരി വണ്ടി നിർത്തിട്ട് അടിക്കാം. കിറ്റാണ് ഫുള്ള്. കിറ്റാണ് ഫുള്ള്. അല്ലേ ഇവിടെ വണ്ടി ഇത്രയും ബ്ലോക്കാൻ റീസൺ എന്താ? ഇവിടെ എന്തോ ഉണ്ടായിക്കണ മരണമാണോ അല്ലേ? ആക്സിഡന്റ് ആണ്. എങ്ങനെ വണ്ടി നോക്ക്, അൾട്ടോ അറിയില്ല എന്താ പ്ലാൻ. ആക്സിഡന്റ് തന്നെ അല്ലേ, അതോ വണ്ടി ലോക്കായതാ? ബാക്കിലൊരു ചെറിയൊരു തട്ട് കാണുന്നുണ്ട്. അതല്ല, ഇവിടെ വേറെ ഇഷ്യൂ. ഇതാണ് ഇഷ്യൂ. പോലീസുകാരൊക്കെ ആക്സിഡന്റ് പ്രശ്നം തുടക്കം തന്നെ. അത് ഞാൻ അവിടുന്ന് തട്ടി ഇങ്ങോട്ട് തീർച്ചോ. മോനെ വേറെ എന്തൊക്കെയോ വെച്ച് എന്തോ വെച്ചിട്ടാണ് നമ്മളെ ബിരിയാണി സ്പോട്ട് കടിച്ചപ്പോഴും വന്നിട്ടില്ലല്ലോ. ഇല്ലല്ല മോനെ എന്ത് രസം അവിടുത്തെ ബിരിയാണി. ഉച്ചക്കൊരു 2 മണിയാകുമ്പോ തീരോടത്തെ ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ ഉണ്ടാവുള്ളൂ. ജാരചോക്ക് അത്രയും ആൾക്കാർ ആ ചെറിയ കടയിൽ. അപ്പൊ ഇനിവേ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് കാണാം. ശേഷം ഭാഗം സ്ക്രീനിൽ ലാദിമ. ഇതാണ് നമ്മളെ ചെക്കൻ കാക്കഞ്ചേരി ഡോൺ. ഹലോ ഹലോ ഹായ് ഹലോ. മൂസ എന്താ പറയണ്ടേ? എങ്ങോട്ടാ പോണ പറയും. എങ്ങോട്ടൊക്കെ പോണ്ടേ? പ്രത്യേകിച്ച് എടുക്കും പോണമെന്നില്ല. എന്താണ് ഹാപ്പി അല്ലേ? എന്തിനാ വന്നേ? ഹാപ്പി ആണോ ചോദിച്ചാ എന്താ ഹാല്? ഈ KSRTC കാരെ നിർത്തിക്കണോക്ക് എങ്ങനെയാ ഫ്രീ ലെഫ്റ്റ് ആടാ. നല്ല രാമനാട്ടർ കഴിഞ്ഞു ഭയങ്കര ചെയ്യണം. എന്താ വേണ്ടി? ചായ വേണോ, വെള്ളം വേണോ? നമുക്ക് ഒന്നുമില്ല. ഞാൻ ഇവിടെ വേറെ വായിച്ചതാണ്. വായിക്കുന്നാല് ഡോണ്ട് ട്രസ്റ്റ് മച്ച്. അങ്ങനെയൊന്നുമില്ല, അതുള്ള വാങ്ങണം. പാക്കറ്റ് മാച്ച് എന്തോ നോക്കാനാണ്. 45 ഗവൺമെന്റിന്റെ എന്ത് കരുതിട്ടാ ഈ ചെങ്ങന്മാര് ഇങ്ങനെ നിർത്തിക്കണേ? ബ്ലോക്ക് ഒന്നല്ല, ഫ്രീ ലെഫ്റ്റ് പോണ്ട റോഡല്ലേ
ഈ KSRTC-കാരൻ എന്താ കാട്ടിയിരിക്കുന്നത്? KSRTC-ക്കാരന്റെ നേരെയാണ്. എന്താ തീരുമാനം? അതിന്റെ അടുത്ത് ഇവര് പോകുന്നത് KSRTC-ക്കാര് രണ്ടും കൽപ്പിച്ച് പച്ചയായി. നമുക്ക് ഡ്രസ് എടുക്കാൻ പോവാ. എതിമേ എവിടേക്ക് പോണ്? സ്ഥലം പറയും. എനക്ക് ഇവിടെ ഒന്നും കൂടി സൂട്ടാ പറയും. ആ അത് തിരക്കിടില്ല അല്ലേ? ഞാൻ മറന്നങ്ങാണ്ട് ഇപ്പൊ കെയർ ബേക്കറി കയറ്റിനി. ഏതാണ് എനിക്ക് അല്ല മീ എങ്ങട്ടാണ് ഇപ്പൊ അത് കേട്ടത് ഞമ്മക്കിപ്പോ വണ്ടിന്റെ തിരക്കിലും അങ്ങനെ പറയുന്നില്ല. എന്നാലും ഇല്ല ആരാണ് ഇവിടെ കൂടി പോയി തെണ്ടിയെന്നൊക്കെ വിളിച്ചു. അത് വിളിച്ചില്ലേ? അതിപ്പോ വിളിച്ചു ചെയ്ത് എന്നാലും അതൊക്കെ മോശമല്ലേ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. വഴിയെ കാണാം. മൂസനെ അട്ടതിന് നമുക്ക് ഒരു ഒളി ക്യാമറ വെച്ചാണ്ട് ഷൂട്ട് ചെയ്യണം മൂസനെ. അപ്പൊ മനസ്സിലാവും അവന്റെ സ്വഭാവം. കിട്ടൂല ആരെ അന്നല്ലേ നിങ്ങളിപ്പോ മാത്രം അല്ലെങ്കിൽ എന്നെ കിട്ടൂലാന്നോ? ഞങ്ങളിപ്പോ ഉണ്ടാകുന്ന ടൈമിൽ എന്നെ ഒളി ക്യാമറ മൂസനെ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഇപ്പൊ ഈ പിന്നെ അറിയണവർക്ക് എന്നെ ഇത് കാണുന്നവർക്ക് മൂസനെ അറിയും. നിങ്ങൾ കാണാത്തൊരു മൂസ, ഒരു വാളയാർ മൂസ ഉണ്ട്. കാക്കഞ്ചേരി മൂസ. കാക്കഞ്ചേരിയിലെങ്ങനെ പോയി അന്വേഷിച്ചു നോക്കണം എന്താണ് കാക്കഞ്ചേരി. ഏതാണ് ഈ എല്ലാരും എല്ലാരും മീൻസ് നോക്കണൊക്കെ പാവനെ. ഹലോ, നമ്മള് കാലിക്കറ്റ് എത്തിക്കണ്. മൂസനൊക്കെ എടുത്തു. നേരല്ലേ മൂസ? നമ്മളെ ചെക്കനല്ലേ മൂസന്റെ മൂസ പറയാൻ പറ്റുമോ? ഇർഷാദിന്റെ റെക്കമെൻഡ് ചെക്കന്റെ റെക്കമെൻഡ് പ്രകാരം ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ പോണ്. ഏതാ കടന്റെ പേര് ഏതാ മൂസ? ഫോർക്ക് ആൻഡ് ഫ്രൈസോ? ഓക്കെ. എവിടെ 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 വേർ ഈസ് ഷോപ്പ്? ഏത് ഞാൻ കണ്ടിട്ടില്ല. ആ കണ്ട്. ഇതെന്താ ചെറിയ മേലുണ്ടോ? എവിടെ പാർക്കിങ്? ഇത് കുറ്റിച്ചറ നമ്മളെ ഇടയലിന്റെ അടുത്താടാ. ഇതിപ്പോ ഇടയിലെ ഇതിന്റെ ഇതിൽ കൂടെ കേറിട്ട് എടാ വിഷയമാണ് കേട്ടോ. നമുക്ക് നാളെ പാർക്ക് ചെയ്തോടെ തന്നെ പോയി പാർക്ക് ചെയ്തല്ലേ? മൂസേ, ഈ ഇന്നോവക്കാരൻ പോണില്ല അവനെ. ഓക്കെ, രക്ഷപ്പെട്ടു. ഇവിടെ റിസ്ക് ആണ്. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാല്ലേ? ഈ കുളത്തിലല്ല, കുളത്തിന്റെ സൈഡില്. ഒന്ന് വണ്ടി പാർക്ക് ചെയ്താണ്. മൂസ നാളെ കാറ് ഓടിച്ചത് ഇതിമേ കുടുംബക്കാരെയും കൊണ്ട് ഇടക്കിടക്ക് ഓർമ്മ ഒന്നുമില്ല. ഞാൻ ചെറുങ്ങനെ ഒരു ബസ്സിന് ചരിക്കണേ. എന്താ പറയാ പറച്ചില്. വണ്ടി തട്ടിയാറേ. ഏത് വണ്ടി തട്ടിയ? ബസ്സിന്. എവിടെ നിർത്തുക? ഇവിടെ എവിടെ സ്ഥലം? ഞങ്ങട് നടക്കണ്ട. വേറെന്താ ചെയ്യാ? അന്റെ ഹെൽത്ത് ഒക്കെ നോക്കിയാണെങ്കിൽ കുറച്ച് നടക്കൊക്കെ. ഇവിടെ ചെങ്ങന്മാരൊന്നെങ്കിൽ ബാക്ക് കൈ നിർത്താം, അല്ലെങ്കിൽ ഫ്രണ്ട് കൈ നിർത്താം. ഇങ്ങനെ സ്വീപ്പാക്കി നിർത്തണം അല്ലെ? അപ്പം നമ്മള് ലോഡഡ് ഫ്രൈസ് പാർസൽ മേടിച്ചേക്കാണ്.
എന്താന്ന് വെച്ചാ പോലീസുകാര് പാർസല് കൊണ്ട് പോവാൻ പറഞ്ഞു. ഇപ്പൊ വന്നിട്ടില്ലാന്ന് പറഞ്ഞ നമുക്കൊന്നൊന്ന് ഇറങ്ങിയാലേ സൈഡാക്കാൻ സ്ഥലമില്ല. ഇവിടെ വന്നിട്ട് വേണം നമ്മക്ക് അൺബോക്സ് ചെയ്യേ. മൂസേ അൺബോക്സ് ചെയ്യട്ടോ മൂസേ. എന്താ പറയാ, ചെക്കൻ വരുന്നുണ്ട്. അപ്പൊ അവന്റെ ട്രെയിൻ അവിടെ പിടിച്ചിട്ടൊക്കെയാണ്. അപ്പൊ നമ്മൾ തന്നെ അൺബോക്സ് ചെയ്യാണ്. മൂസന്റെ റെക്കമെൻഡേഷൻ ആണ്. സ്പൂൺ ആണോ മൂസ? എന്റെ മോനെ സ്മെല്ലേ സ്മെല്ല്. കണ്ടിട്ട് നൈസ്. അത് നടുവിലടാ, നടുവിലെന്താ ഒറ്റൊന്നുള്ളോ? അതുള്ളിലൊക്കെ ഉണ്ടാവും. ഉള്ളൊന്നാട് കുത്തിയെടുത്തോ സാധനം അടക്ക് കയ്യെ പിടിച്ച്. ഇതൊന്ന് അവിടെ വെച്ചാ, ഇതവിടെ വെച്ചാ. അടക്ക് ഇത് കിട്ടട്ടെ. ഫോർക്കട് സുഖല്ലോ. അടിപൊളിയാട്ടോ സാധനം. കുറച്ച് സ്പൈസിയാണ്. നമുക്ക് പറ്റുമോ? വിഷയാണ് മൂസ, വിഷയല്ല. റൈറ്റ് ഇതിമ എന്താ അവസ്ഥ? ഹൗസ് ഇറ്റ്? രസല്ലേ? വേർത്തല്ലേ? ആരെ എമൗണ്ടിന് വേർത്തല്ലേ? ചീസോ? ചീസൊക്കെ ഉണ്ട്. ചീസ് ഉണ്ട് അല്ലേ? പക്ഷെ നമ്മളെ അവിടുത്തെ സാധനത്തിന് ചീസ് ഇല്ല കേട്ടോ. ചീസ് സോസാണ്. ചീസ് സോസ് നമ്മളെ നിലമ്പൂരിൽ നിന്നില്ലല്ലോ. കുറവാ. ട്രൈ മൂസേ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇജ്ജ് തിന്നിട്ടില്ല അവിടുത്തെ? ഇജ്ജ് ഫസ്റ്റ് ടൈം ആണോ? ഇന്റെ വിചാരം എന്താണോ, ഈ കഴിച്ചിക്കണ് പിന്നെ ഈ ആ ഒരു ഇതുകൊണ്ട് കൊണ്ടുപോവാണ് വിചാരിച്ചത്. ഒറ്റമൈല് വരാൻ നിൽക്കുന്നു ഇങ്ങോട്ട്. പോരത്തില് 30 50 കടന്നുറങ്ങി. ഞാൻ ഒറ്റ മൈൻഡിൽ ഇപ്പൊ ബർഗർ ലോഞ്ച് കയറിയതാ. എവിടുന്ന്? അക്കൗണ്ടാണ് കാര്യമായി. എവിടുന്ന്? മഞ്ചേരിന്ന്. ബർഗർ ലോഞ്ചിൽ നമ്മൾ നാളെ കയറി. കഴിഞ്ഞ മീറ്റിങ്ങിനാണ് മൂസേ. നമ്മള് സാൻഡ്വിച്ച് എന്തോ തോന്നില്ലേ, മറ്റൊരു ബർഗർ തോന്നില്ലേ. ആ ബെന്ന് നല്ല അടിപൊളി ബെന്നേനില്ലേ അവിടുത്തെ വണ്ടിയില്. ഇതെന്താന്നോ മൂസേ, തിന്നിട്ട് കുറ്റം പറയണെന്ന് പറയാൻ എനിക്കറിയില്ല. ഇതില് ഫ്രഞ്ച് ഫ്രൈസ് കൂടിയോ? ഐ മീൻ കൂടുതൽ അതായോ? പിന്നെന്താടാ കൂടുതൽ ചിക്കൻ മാറി ചിക്കൻ ഉണ്ടടാ അതില്. കുത്തി കഴിഞ്ഞിട്ടാണോ അത്? നഗറ്റ്സ് ആകെ ഒരു പീസുള്ളൂ. ചെക്കൻ വരട്ടെ. ചെക്കൻ്റെ വണ്ടി എത്തി വന്നു. ചെക്കൻ വന്നിട്ട് ബാക്കി എടുക്കാൻ ഷെയ്ഹൂന വന്നു സുഹൃത്തുക്കളെ. മംഗലാപുരം സിംഗം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് എവിടെയായിരുന്നു?
അപ്പുറമല്ലോ ഏതാ അപ്പുറം ലോറ ട്രെയിനിൽ വെച്ച് പോന്നോ? തിരിക്കണോ? ട്രെയിനിന് പിന്നാലെ കൂടണോ? ട്രെയിനിൽ വെച്ചോ? ട്രെയിനില് ചാർജർ യൂസ് ചെയ്തിനോ? എന്നിട്ട് അടുത്ത് കേട്ടോ കിട്ടിയോ? എനിക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. വിശക്കുണ്ടോ? വിശക്കുന്നുണ്ടോ? ചെറുനായിക്കണെ കാർബ് കെട്ടില്ലല്ലേ ഇന്ന് ചീറ്റിലെ കഴിച്ചാ എല്ലാരും കഴിച്ചു. എല്ലാരും എന്നെ കാത്തിക്കാണ്. എങ്ങനെയുണ്ടോ? ഞങ്ങള് വരുന്ന വൈക്ക് ഡ്രസ്സും പീടിയെന്ന് വാങ്ങിയ കഴിക്കുക. എങ്ങനെ ഉണ്ടോ? എങ്ങനെ ഉണ്ട്? എവിടുന്നാണ് ചോരണത്തെ പറയാ? ഇവിടുന്ന് കറക്റ്റ് പറഞ്ഞാലേ പറഞ്ഞോടാ. നമ്മൾ അയച്ചത് വീഡിയോ ഫോർക്കൻ ഫ്രൈസ് അയച്ചെന്നായി ഞങ്ങള് കഴിച്ചിട്ടില്ല. ഞങ്ങള് നിങ്ങൾ രണ്ടെണ്ണം വാങ്ങിക്കണോ? എന്തിന്? തിന്നാന് ഒന്നും വാങ്ങിയ പോരോ? നാലെണ്ണം ഒന്ന് മതിയേ. നാലാൾക്കാർക്ക് ഞാൻ തിന്നോണ്ട് ഇജ്ജ് പേടിച്ചണ്ട. കൊണ്ടേ കഴിച്ചതാണ്. ഇവിടെ അല്ല പറഞ്ഞ രണ്ടെണ്ണം വാങ്ങിക്കണം. ആരാ വാട്ട് നെക്സ്റ്റ്? ധോനിക്ക് മതി പറഞ്ഞോണ. അല്ല എത്ര കാലത്തിനാണ് ഒരു മാസം. ഒരു മാസല്ലേ? പൊട്ടിയില്ലേ? എന്ന് പൊട്ടിയില്ലേ? പെറ്റൊന്നും വെച്ചിട്ടില്ലല്ലോ. പെറ്റിന്റെ കാര്യമാണ്. നമുക്ക് ബിരിയാണി നോക്കുക. എല്ലാ പെറ്റും വെക്കും. മൂസൊരീസ് രാത്രി മൂസൊരീസ് രാത്രി ഞങ്ങള് കോൺഫറൻസ് കോൾ ചെയ്ത് പറഞ്ഞേ നമ്മൾ ആളിന് തെറി വിളിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞ പെറ്റെടുക്കാറ് ആയിക്കോട്ടെ. എന്തിനാ പെറ്റ് വെച്ചു? കുറ്റിച്ചെറിയുന്ന ബിരിയാണിക്ക് പറ്റുകയാണ്. അപ്പൊ അതിനടുത്ത് പെറ്റായിക്കോട്ടെ എഗ്രിയാറ്. പിറ്റേന്ന് ഞാൻ മറ്റേ കുട്ടി കേസിന്റെ കേസ് ഞാനാ തെറി വിളിച്ചിട്ടാണ്. ഞാൻ തെറി വിളിച്ചാതെ സഹിച്ചു പിടിച്ചിരിക്ക. ഞാൻ വിളിച്ചോണ്ട് തെറി നേരെ ഓനോട് വിളിച്ചു. ഇതില് ഞാനോട് ചെറിച്ചപ്പോളേ അടിപൊളി എന്നാ പോവല്ലേ മൂസ പാവാണ്. ആരെ? എന്ത് കാരണം? എങ്ങനെ? മൂസനേറ്റല്ലേ? അപ്പൊ കള്ളത്തരം ഇജ് മറന്നിട്ട് വിട്ടാളറിയില്ല. ഞാനും ഒരു കൂടി അതും വിട്ടത് പറയാൻ വിട്ട്. ശരി, അത് വെച്ചാല് സെയിം പേഴ്സൺ തന്നെ തെറി വിളിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ആള് ഇപ്പം എന്നോട് പറഞ്ഞ ഒരാൾ തന്നെയാണ് വിളിച്ചത്. തന്റെ കേസ് സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഞാനും ഇവനും കൂടി അന്റെ അവസ്ഥ പറഞ്ഞാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനൊരു തെറി പറഞ്ഞിരിക്കണ അവിടെ. അത് കഴിഞ്ഞ ഉടനെ ഇവനും തെറി പറഞ്ഞാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ പേടിച്ചിരുന്ന ഇപ്പൊ പറയോ ഇല്ല നോട്ട് ചെയ്യരുത്. പറഞ്ഞില്ല. ആ ജനറ്റിക് മോശമായിട്ടോ എന്ത്? അതെ, ഞാൻ ചെലവ് ഇതുവരെ വാങ്ങിയില്ലല്ലോ. ഞാൻ നേരിട്ട് കാണുമ്പോ പറയാതെ പോലെ റാത്ത് പോലെ അല്ല മറ്റേ റഹ്മത്ത് പോലെ.
ഫ്രൈഡ് റൈസ് നൈസായില്ലേ? ഫ്രൈഡ് റൈസോ അല്ല സോറി ഫ്രഞ്ച് ഇത് ഫ്രഞ്ച് റൈസ് നൈസായില്ലേ? എങ്ങനെ അല്ലേ ഈ എന്റെ ഒക്കെ മാറി ഇങ്ങോട്ടാ. വെറുതെ പറയാ നിങ്ങൾ രണ്ടാളും ഒരു പ്ലേറ്റ് നിലത്തിന് അതുകൊണ്ട് ഓന് കിട്ടാൻ വേണ്ടി പറയുക. നല്ല ക്വാണ്ടിറ്റി 150 കിട്ടിയൂടെ? 120 പറഞ്ഞല്ലോ ഇവിടുന്ന് പോയത്. 120 ഉണ്ടാണേ സാധാ നോർമൽ സോ എടീ കൂടെ കേറിയിട്ട് പറഞ്ഞു ഷൂട്ടിങ് കൂടി കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ എവിടെ ഗണേഷ് കൂൾ ബാറിൽ എത്തിയിരിക്കുന്നു. എത്താനായിരിക്കുന്നു. തിരക്കാണ്. സ്റ്റേഷൻ കാണുന്നത് പിന്നെ അഞ്ചെണ്ണേ കണ്ടോ? ഏതാ പറയണേ? എടാ ഇർഷാദേ, മറ്റേ പൗഡർ അല്ലെങ്കിൽ ഇജ്ജ് തെണ്ടർ അല്ലേ പറയാ? പൗഡർ അല്ലെങ്കിൽ ടെൻഡറാ? എനിക്ക് പൗഡർ അല്ലെങ്കിൽ എനിക്ക് തെണ്ടർ ബട്ടർ പറയട്ടോ. വിത്തൗട്ട് പൗഡർ അല്ലെങ്കിൽ ടെൻഡർ ബട്ടർ? പൗഡർ അല്ല മറ്റേ ഇതല്ലേ പൾപ്പല്ലേ പറയുന്നത്? പൾപ്പാണോ അടിക്കണേ? പൾപ്പ് അല്ലെങ്കിൽ ടെൻഡർ? നിങ്ങൾ എന്ത് പൊട്ടത്തര പറയുന്നത്? പൾപ്പാണോ അടിക്കണേ? അവിടെ ഫ്രൂട്ട് അല്ല തെണ്ടർ അടിക്കുക. ചില ടൈമില് അങ്ങനെ പ്രശ്നം. പൾപ്പാണ് അതുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് മധുരം അതപ്പുറത്തുന്നാരേ. അല്ലല്ല ഗണേശൻ തന്നെ നമ്മള് പാടിക്കണം കേട്ടോ. നമ്മളല്ല ആഷിഖിന്റെതും ഷാമിലും അന്റത് എന്റെ അറിവിലില്ല. പാളിയിക്കണ് ഞാൻ ഓർക്കുന്നു. എടാ അതെന്തേനി നമ്മള് മീറ്റിങ്ങിന് മറ്റേ ബർഗർ ലോഞ്ചിൽ പോയെന്നാല് ബർഗർ ലോഞ്ചിലൊക്കെ പോയി. എന്താ എന്താ പോലെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായി. കയ്യോടി നാളെ എടുത്തിട്ടില്ല. നാളെന്ത് വീക്ക്ലി സജഷനില്ലേ? എടുത്തിട്ടില്ലേ? അവിടുന്നാണ് ചെയ്താ പോരെ? അല്ല ചെന്ന് പോണഞ്ഞ് ഹാനു മാത്യൂസ് വരുന്നുണ്ട് തിങ്കളാഴ്ച. അനക്ക് ചൊവ്വാഴ്ച പോകേ. ഗ്രൂപ്പിന് വിട്ടളാ. അത്യാവശ്യം കിട്ടുന്ന ചെല്ലില്ലേ? അതൊക്കെ വിചാരിച്ച ഗണേശിലേ തിരക്ക് കുറവാണ്. ഇത്ര തിരക്കൊന്നല്ല ഉണ്ടാകല്. നിനക്ക് അറിയില്ല. നമ്മൾ നാളെ ഓർമ്മ ഒരു മനസ്സിലായി. പാർസല് പറയല്ലേ? പാർസല് പറയാം. അത് കൊണ്ട് പോവാ നമുക്ക്. ബസ്സൊക്കെ കയ്യിന്ന് പോയോ? എനിക്ക് പോയിക്ക് ഒന്ന് കിട്ടണില്ലല്ലോ. അടിച്ചും പോയിക്കളോ. ഇത് അത്ര കട്ടിയൊന്നുമില്ല. അതാണ് സാധനം പറ്റിയോ? ഏത് ഇങ്ങോട്ടേക്ക് കുടിച്ചിട്ട് പറഞ്ഞോ. സ്റ്റീവ് ഇടുന്നതിന് മുന്നേ അടുപ്പിലാക്കിയ പോലെ സ്റ്റീവ് ഇട്ടതിന് ശേഷം തോന്നട്ടെ. ഒന്നും പറഞ്ഞിട്ടില്ല. അതേതാ? ഇതാണോ എടാ ചെങ്ങായി, ഇത് പഞ്ചസാര ഇട്ട് കിട്ടുമ്പോ നല്ല രസേക്കരേ. ഷാമിലും പറഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നല്ലേ? എനിക്ക് തോന്നിയത് പഞ്ചസാര അങ്ങനെ ഉണ്ടോട്ടെ. ഇതാ കുടിച്ചാ എന്നിട്ട് എനിക്ക് തോന്നുന്നത് പഞ്ചസാര മാറ്റി മനസ്സിലായി. പഞ്ചസാര മാറ്റി നോക്കട്ടെ നോക്കട്ടെ. ഡ്രാഗൻ കിടുക്കിണ്ട്. സ്ട്രോബെറി വാങ്ങി അതിന്റെ എന്തിന് ബ്ലൂബെറി മാത്രം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ? കുടിച്ചൊക്കെ ഈ റോസ്
മണ്ണിന്റെ മണമുള്ള കവിതകൾ മണ്ണിന്റെ ചതിപ്പോയി ഒരു ഷോ വരുമോ തുടങ്ങി കയ്യൊന്നും പാളികളെ കുഴപ്പമില്ല നിങ്ങളെ കൂടുതൽ വെച്ചതാ. ആദ്യം പറഞ്ഞു ഇതിന് തീ വിട്ടണോ തീ വിട്ടോ തീ വിട്ടില്ലേ പ്രത്യേകിച്ച് ഒന്നും പറയാല്ല ഈ സാധനല്ലേ കൊണ്ടുപോറേ റോബറി റോബറിക്ക് മുന്നേ ഞാൻ പറയാൻ പോണത് ആ ബസൂക്ക അടിക്കാം ഇതാണ് ബസൂക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസൂക്ക പടം പോലെയല്ല അടിപൊളിയാണ് അടിപൊളിയാണ് അണ്ടത് പൊടി ഇതാണ് റോബറി ആ പടം പോലെ തല്ലിപ്പൊടി ഷമാമോ കുഴപ്പമില്ല ആവറേജ് ഷമാമിനുണ്ട് റിവ്യൂ സ്ട്രോന്റെ ഒക്കെ ഓരം നോക്കി ഇങ്ങനെ നിക്കണേ നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താ അവസ്ഥ ഇതെന്താ തിരിച്ചറിയുന്നില്ല. സ്ട്രോബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഇത് രണ്ടും തിരിച്ചറിയണില്ല. വേറെന്താ സംഭവം എല്ലാരും കയ്യിൽ നിന്ന് പോയിക്കണ്. എനിക്കെന്തായാലും നല്ല കിട്ടല കൂട്ടത്തില് ബെറ്ററിന്റെ തന്നെ ഉള്ളു. എന്തോ കാണിക്കണേ ഗുഡ് ബോയ് എന്താല്ലേ ഈ മാൾ കുട്ടിയാ ചിലവര് പറയും നിസ്കാരമില്ല ചിലവല്ല പറ പള്ളിക്കാരാണ്. മറ്റോടെ ചുങ്കത്തിൽ കൂടെ പോയിട്ട് ലോ പറയുന്നുണ്ടല്ലോ ഒരു ബ്ലൂബെറി സ്ട്രോബെറി പാർസൽ വാങ്ങിയാല് അതില് രണ്ടില് രണ്ട് സ്ട്രോട്ട് ഇങ്ങനെ കുടിച്ചാലെങ്കിൽ തിരിച്ചറിയലുണ്ടാവും. ആ ഒരു സ്ട്രോബെറിയുടെ പുറത്തേക്ക് എന്നാലും ബ്ലൂബെറിന്റെ ചെയ്യെങ്കിലും കിട്ടണ്ടേ? ഇതെന്താ മനസ്സിലാവണില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തേക്ക് മനസ്സിലായി തീ തുപ്പേന്റെ അത് മുറിച്ചണേ നിലത്തടിക്കണേ. ഗണേശനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് റിവ്യൂല്ലത് നെഗറ്റീവ് ആയല്ലോ. ഗണേശന് പൊതുവെ ഇനി ഒരു കാര്യം പറയാം, വേറെ കാര്യം പറഞ്ഞിട്ട് ഗണേശ് പൊതുവെ എങ്ങനെ നല്ല കേട്ടോ. ഇത് നമ്മക്ക് പറ്റിയ ടേസ്റ്റ്. ഇത് സംഭവം ഓർഡർ ചെയ്തത് പാളിയതാണ്. അല്ലാതെ അവരുടെ ഫ്രൂട്ടിന്റെ കുഴപ്പമൊന്നുമില്ല. ഇത് പക്ക ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലേവർ ആണ്. അത് നമുക്ക് പറ്റണില്ല. ഞാനും മാത്യൂസും ഇവിടെ വന്നപ്പോ ടെൻഡർ ബട്ടർ കേട്ടപ്പോ ഈ സാധനം ഷാമിനോട് ചോദിക്കാം. ബെറി മിക്സ് നല്ല രസമുണ്ട്. ഒരു ബെറി മിക്സ് നല്ല രസമുണ്ട്. നമ്മളന്ന് വിത്തൗട്ട് പറഞ്ഞു, നമ്മൾ നാളെ മീറ്റിംഗ് അന്ന് വിത്തൗട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പറ്റാതില്ല. മറ്റേ ടെൻഡർ ബട്ടർ ഇവിടെ അടിപൊളിയാണ്. ബാക്കി യൂസ് ഒക്കെ ഇപ്പൊ ഇവിടുത്തെ സ്പെഷ്യലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഷേക്ക്. എല്ലാ പ്രാവശ്യം ഒന്നും കുടിക്കില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അടിപൊളി നമ്മൾ കുടിക്കലുണ്ട്, അടിപൊളിയാണ്. അത് ആ വിശ്വാസത്തോടെ വന്നത്. ഇത് നമ്മൾ ട്രൈ ചെയ്തതാണ്, പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ടിന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് കിവി ഷേക്ക് വാങ്ങി കൊടുത്താലോ? കിവി ഷേക്ക് ഒന്നും കുഴപ്പമില്ല. നമുക്ക് മുന്തിരി വാങ്ങി കൊടുക്കും. മുന്തിരി നമ്മളിന്ന് പെട്ടെന്ന് പോവാ ടെൻഡൻസി ആണല്ലോ. നമ്മളിപ്പോ നാട്ടിൽ കപ്പലിലൊക്കെ വരുമ്പോ എനിക്ക് വെയിക്കാത്തോണ്ടാടാ. നമുക്കും പനിയൊക്കെ ഉണ്ട്. എനിക്ക് പനിയാണ്. ഞാൻ ഇത്ര വണ്ടിയിൽ വന്നീന്ന്. ഇതങ്ങനെയല്ല. ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു, ഉച്ചക്ക് കയറിയത്. പനിയാണോ? പനി ആയിരിക്കെ അനക്കോ? ഓൻ പറയാം. അനക്ക് ഇസാജ് പറഞ്ഞ എങ്ങനെയാ? അതേപോലെ ഓനോട് പറയാം. അല്ല പറയാ, ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഒന്നും പെണ്ണില്ല. അത് വർത്താനം നിങ്ങൾക്ക് അറിയായിട്ടോ. അറിയായിട്ടാണ്. എന്താ അറിയാത്ത? നിങ്ങൾക്ക് അറിയില്ല. ഒരു പെണ്ണില്ല ഞമ്മക്ക് അറിയാം. അത് ഓനും അറിയില്ല. ഒരു കണക്കിന് സത്യമാണ്. ഓനറിഞ്ഞതിന്റെ മുന്നേ അറിയുന്ന ആൾക്കാരാകുമ്പോ
ഓണി അടിച്ചു തരാന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ പെണ്ണിന്റെ കുഴപ്പമില്ല വെറി മിക്സ് ഒന്ന് വാങ്ങി കുടിക്കട്ടെ. പെണ്ണിന് കുഴപ്പമില്ല വെറി മിക്സ് അങ്ങനെ വെറി മിക്സ് കൊടുക്കൂലേ പെണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നല്ലൊരു കുട്ടിനെ നല്ലൊരു കുട്ടിനെ കണ്ടേച്ചേക്കണം. സിഗ്മ സെലിബ്രേറ്റ് പെണ്ണിനെ പെൺകുട്ടിനെ കണ്ട് ഓർമ്മ പോയിക്കോട്ടോ. ഓഫാക്കി തന്നെ പറയണം. ഉറപ്പല്ലേ ഞങ്ങളൊക്കെ ഒന്നും ഒതുക്കി ആദ്യം ഒന്ന് തീരുമാനാക്കി. ഇവിടെ ഒന്നുമില്ലാത്തവരുണ്ട്. ഒരു സിഗ്മന്റെ രോദനം നമുക്ക് വിചാരിച്ചപ്പോ നാല് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. പൈസ കൊടുക്കണം. നമ്മൾ പൈസ അടിയേ എടുക്കാൻ ഞങ്ങളായി മംഗലാപുരത്തുനിന്ന് വരുന്ന എന്നെ എടുക്കാൻ ഞങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് കോഴിക്കോട് ജ്യൂസ് വാങ്ങി തരണപ്പോ പൈസ വാങ്ങിയാണോ? അല്ലല്ലോ വിളിച്ചല്ലേ എന്റെ വാക്കുള്ളത് ഞങ്ങൾ വേറെ പറഞ്ഞോളാം. എന്റെ ഇവൻ പൈസ കൊടുത്തു പോലെ വീട്ടിക്ക് കാക്കഞ്ചേരിന്റെ പേരല്ലേ കാണണ്ടേ? അവിടെ പോയ കുന്നമംഗലത്തേക്ക് മീറ്റിംഗ് അല്ല ഇന്ന് എത്തിച്ചേരണം എന്തായാലും അത് ഐശ്വരി അപ്പൊ ഇന്നാരെത്തിച്ചേരാ ചെക്കൻ വിളിച്ചാ വരുമ്പോ അല്ലെങ്കിൽ ഫറൂഖ് അന്നാ രാമനാട്ടർക്ക് ആക്കിയതാ. മൊത്തത്തിലോ ഒരാക്കോ അത് ഓരോരുത്തരുടെ ജ്യൂസ് അനുസരിച്ചല്ലേ. ഹലോ, അപ്പോൾ എന്താ പറയുക, കാലിക്കറ്റ് എന്നൊക്കെ പോന്നു. ഞങ്ങൾക്ക് ഇനി ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങളെ ചെക്കനുണ്ട്, രാമനാട്ടുകര മൂസ, കാക്കഞ്ചേരി മൂസ വിട പറയാണ്. മീറ്റിങ്ങിന് ചെക്കൻ വരുന്നില്ല. അപ്പോൾ മൂസ എന്താ പോവാണോ? പോവാണ്. നാളെ എന്തായാലും നാട്ടിൽ കയറും. നാളെ നാട്ടിൽ കയറൂലേ? നാളെ വൈകുന്നേരം കേട്ടോ. ഒന്നും പറയാനൊന്നുമില്ല. ചോരാണ്ടല്ലോ പോകില്ലേ? അപ്പൊ ലൈൻ കട്ട് ചെയ്യണോ? അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സങ്കടം. എന്ത് സങ്കടം? ഞാൻ നാട്ടിൽ വന്നപ്പോൾ പോവുക. നാളെ വരില്ലേ മൂസ? ഇൻഷാല്ലൊക്കെ പറഞ്ഞു പോയി. മൂസ വന്നിട്ട് നമ്മളൊരു സ്പെഷ്യൽ സാധനം വരുന്നുണ്ട് അല്ലേ? എന്താണ് മൂസനെ താഴത്തല്ലേ? എന്താണ് സാധനം? മൂസനെ പൈസ മൂസനെ നാട്ടിൽ കൊടുത്തിട്ട് ഞങ്ങളൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർപ്രൈസാ. ഇനി പേടിച്ചോണ്ടി ക്യാമറയും പൊക്കി വരുമെന്ന് പറയാൻ പറ്റും. മൂസനൊന്ന് പുഴുങ്ങിയെടുക്കണം. പോണോ? ഒരു ബൈ പറയും. കണ്ടിട്ടില്ലേന്നോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി? ഇപ്പോഴും അവർക്ക് പറഞ്ഞിട്ടില്ല. കാലിക്കറ്റ് ആണ് പഠിക്കണത്. കാക്കഞ്ചേരി കാക്കഞ്ചേരി പറഞ്ഞ മനസ്സിലാവില്ലേ? എന്താ കാലിക്കറ്റ് മതി. ഞാൻ കാലിക്കറ്റ് ആണ് പഠിക്കണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ. സോ ഇനി ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ ഒരു NVIDIAയിലൊക്കെ എത്താനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഗ്രാജുവേറ്റ് ആണോ? അങ്ങനെ ചോദിച്ചാ ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ എന്തിനാന്ന് ചോദിക്കരുത്. ഒരു ചോദ്യം ചോദിച്ചാണ്ട്, നിങ്ങൾ ഗ്രാജുവേറ്റാ? അത് പിന്നെ ഗ്രാജുവേറ്റ് ആണ്, ചെറുതായിട്ടൊക്കെ. എന്താ പഠിച്ച്? ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓ വലിയ കോഴ്സാ? എവിടുന്ന് പഠിച്ച്? ബാംഗ്ലൂർ. കോളേജിൽ ആട് കൊടുക്കാൻ താല്പര്യമുണ്ടോ? കോളേജിന്റെ പേര് പറഞ്ഞാ ഇപ്പൊ നമുക്കൊരു 10-50 ഒന്നും പോരല്ലേ? ഒരു 2 ലക്ഷം റുപ്യ വാങ്ങാം. പരീക്ഷക്ക് പാസ്സായിക്കണം. എന്തെങ്കിലും വേണ്ടേ? വേണം. തലേന്ന് കുത്തിരുന്ന് പഠിച്ചു. എന്താ പഠിപ്പിച്ചത്? ChatGPT. വേറൊന്നുമില്ല. GPT.
അതാണ് ചാറ്റ് GPT മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പാസ്സായ പരീക്ഷക്ക് മൊത്തം. കഴിവില്ലേ ആക്കണം. അതെ, വളരെയധികം കഴിവേറേ ഉള്ളൂ. അതാണ് താങ്കൾ ചെയ്യുന്നത്. അതെ, അപ്പൊ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? പറയേ. ഞാൻ കോഴ്സ് ചെയ്യാണ്. എന്റെ കോഴ്സ് എന്താ ചെയ്യണേ? എന്താ പരിപാടി വെച്ചത്? എന്താ പരിപാടി വെച്ചത്? ഞാനിങ്ങനെ മെഡിക്കൽ കോളേജില് ഹോമിയോപ്പതി പഠിക്കും. ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ്. ഓക്കെ. സ്ഥലം എവിടെ പഠിക്കുന്നത്? സ്ഥലം മംഗളൂർ. എങ്ങനെ പോകുന്നു മാംഗ്ലൂർ ലൈഫ് ഒക്കെ? മാംഗ്ലൂർ ലൈഫ് വളരെ സുന്ദരം. ആർ യു സാറ്റിസ്ഫൈഡ്? വെരി സാറ്റിസ്ഫൈഡ്. ഓക്കെ. മാംഗ്ലൂര് എന്താണ് അവിടെ എന്താ പറയാ സ്പെഷ്യാലിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് അവിടെ പറയാനുള്ളത്? മാംഗ്ലൂരോ? മാംഗ്ലൂർ കേരളം പോലൊക്കെ തന്നെ ഉണ്ട്. ഫുൾ മലയാളികളാ? കൂടുതൽ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കൂടുതൽ മലയാളി. ഞാൻ തെരളക്കട്ടിയാണ്, ഏറെക്കുറെ കാസർഗോഡ് ബോർഡറാണ്. എന്റെ ഏരിയയിൽ കൂടുതൽ മലയാളീസാണ്. അവിടെ ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ പോലും മലയാളത്തിലാ. മറ്റേ പബ്ലിക് കാര്യങ്ങളൊക്കെ. പിന്നെന്താ ക്ലാസ്സിൽ കുറെ മലയാളീസ് ഉണ്ട്. അപ്പൊ ഓക്കെയാണ്, ഹാപ്പിയാണ്. സൂപ്പർ. അല്ല, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത്ര മോശമായിരുന്നില്ല. ഞാൻ വളരെ തകർന്നു പോകുന്ന വിചാരിച്ചിരുന്നു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. പഠനം മികച്ചത്, കുഴപ്പമൊന്നുമില്ല. പണിയാണ്, കുറെ പഠിക്കാണ്ട്. വിചാരിച്ചു കുറച്ച് പഠിക്കാൻ ഉണ്ടാവൂലാന്ന് ഇത്രയൊന്നും, പക്ഷെ ഇത്ര അധികം നല്ല പണി കിട്ടിയില്ലേ. ഏതായാലും മൂസ പോവാണ്. അപ്പൊ ഒരു ബൈ പറ. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും. ലോറിന്റെ ഇടയ്ക്കൊന്നും പോലെ വീട്ടിലെത്തിയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാണെങ്കിൽ എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ മീറ്റിംഗിൽ പോയിട്ട് വേഗം വീട് പിടിച്ച് കിടന്നുറങ്ങാം ഇൻഷാ അല്ലാ. ഇല്ലല്ല ഞങ്ങള് പോലെ ഇനി എന്താണ് നമ്മള് മീറ്റിംഗ് അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മള് ക്ഷണിക്കും, നാട്ടിൽ പോവും, കിടന്നുറങ്ങും. എവിടെ നിക്കണെന്ന് എക്സാമല്ലേ? എനിക്ക് മറ്റന്നാളൊക്കെ എക്സാം ഉണ്ട്. മറ്റന്നാളല്ലേ? മറ്റന്നാൾ ഞായറാഴ്ചയാണ്. മറ്റന്നാളല്ല അതിന്റെ പിറ്റേന്ന്. അത് മറ്റന്നാൾ പറഞ്ഞപ്പോ അങ്ങനെ എന്നോട് ചോദിച്ചാലും മറ്റന്നാള് ഓൾ പഠിച്ചേക്കാണ്. എക്സാം എന്നാ മറ്റന്നാള്. മറ്റന്നാള് അറിയാതെ വെള്ളിയാഴ്ച തൊള്ളിന്ന് വന്ന്. അല്ലടാ, എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും എക്സാം ഉണ്ടായില്ലേ? എനിക്ക് എല്ലാ തിങ്കളാഴ്ച എക്സാം ഉണ്ടായില്ലേ? അകലൊന്നും അടുക്കാൻ പറ്റാത്ത സാധനമാണ് സ്നേഹം. ഇത് സ്നേഹത്തിന്റെ കേസ് നദീമിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ നിൽക്കണ്ട. ഓനത് വ്യക്തമായിട്ട് അറിയാം. കിട്ടാത്ത സ്നേഹം എന്താണെന്ന് ഓനെ അറിയാം. അതിന്റെ വില എനിക്കറിയാം. വില അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതിനനുസരിച്ച് നിക്കാറിയണം. പോകണ്ടവര് പോണം. ആയിക്കോട്ടെ. ജിൻ നിക്കണില്ല അപ്പൊ? മറ്റന്നാൾ ഞായറാഴ്ച അല്ല, അവിടെ ആവശ്യത്തിന് ആൾക്കാരില്ലേ? എന്നായിക്കോട്ടെ. അപ്പൊ ഒരു എന്താ പറയാ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മള് നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാ കാണാം. ബൈ. ഇറങ്ങാട്ടോ.